സോ ഗൈസ്, എന്തൊക്കെയുണ്ട് ശേഷം പുതിയൊരു വീഡിയോ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞ ദിവസം ജൂലൈ 4-ാം തീയതി ഇലക്ഷൻ ആയിരുന്നു. നമുക്കറിയാം, ഇന്നലെ വൈകുന്നേരം 11 മണിയോടെ തന്നെ നമുക്ക് ഏകദേശം കൊണ്ട് റിസൾട്ടൊക്കെ അറിഞ്ഞു തുടങ്ങി. പുലർച്ചെ ആയതുകൊണ്ട് തന്നെ റിസൾട്ടൊക്കെ വളരെ വ്യക്തമായി. നമ്മുടെ എക്സിറ്റ് പോൾ പ്രവചനം പോലെ തന്നെ നമ്മുടെ ലേബർ പാർട്ടിക്ക് ലാൻഡ് സ്ലൈഡ് വിക്ടറി പ്രവചിച്ചിരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് വിജയം ഉണ്ടായിരിക്കുന്നതും. നമ്മുടെ ഋഷി സുനക് ലീഗൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഏകദേശം 14 വർഷത്തെ ഭരണം അവസാനിച്ചു ഇന്നലത്തോടുകൂടി, അല്ലെങ്കിൽ ഇന്നത്തോടുകൂടി എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും അപ്പോൾ ഈ ഒരു വേളയിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും കണ്ട് ഒന്ന് എന്താ പറയുക, മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലേബർ പാർട്ടിയുടെ മാനിഫെസ്റ്റോ ഇത് ഞാൻ കുറച്ച് നാളുകൾ മുന്നേ തൊട്ട് തന്നെ നിങ്ങൾ മുന്നിലോട്ട് വീഡിയോ ചെയ്ത് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു, പലർക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും മറ്റ് പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മുടെ ലേബർ പാർട്ടി വിജയിച്ചപ്പോൾ പലരും വളരെ സന്തോഷം, പല രീതിയിൽ അത് എൻ്റെ വോട്ട് പാഴായില്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റൊക്കെ കണ്ടു. വളരെ സന്തോഷം, വോട്ട് ചെയ്തവർക്കൊക്കെ വളരെ സന്തോഷം. അപ്പോൾ വിജയിപ്പിച്ചവർക്ക് വളരെ 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 സന്തോഷം. അപ്പോൾ നമുക്ക് അറിയേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവരുടെ മാനിഫെസ്റ്റോ ഒന്നും കൂടി ഈ ഒരു സാഹചര്യത്തിൽ നോക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു രസമുള്ളൂ അല്ലേ. സോ മാനിഫെസ്റ്റോ നമുക്ക് നോക്കാം. മാനിഫെസ്റ്റോ മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ന്യൂസുകളും കൂടി നമുക്കൊന്ന് വിലയിരുത്താം. അതിനകത്ത് നമുക്ക് മാനിഫെസ്റ്റോയിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേബർ പ്ലാൻസ് ടു ക്രബ്സ് ഓൺ ഫേംസ് ഹയറിംഗ് ഫോറിൻ വർക്കേഴ്സ്. അത് ഞാൻ അന്നേ വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലേബർ പുറത്തുനിന്നുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ പോകുന്നു. അതായത് മാക്സിമം UK-ക്കകത്തുള്ള ആൾക്കാരെ ഡെവലപ്പ് ചെയ്തെടുക്കുക, ട്രെയിൻ ചെയ്തെടുക്കുക. ഞാനൊരു മറ്റൊരു വീഡിയോയ്ക്കകത്ത് അത് അത്രയ്ക്ക് പോസിബിൾ അല്ല എന്നും പറഞ്ഞു. പക്ഷേ ലേബറിൻ്റെ പ്ലാൻ അനുസരിച്ചിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ലേബർ പ്ലാൻസ് ടു ക്രബ്സ് ഓൺ ഫേംസ് ഹയറിംഗ് ഫോറിൻ വർക്കേഴ്സ്. അതായത് ഇവിടെയുള്ള എംപ്ലോയേഴ്സ് പുറത്തുനിന്നുള്ള ആൾക്കാരെ എടുക്കുന്നതിൽ കുറവ് വരുത്തുക, ഇല്ലെങ്കിൽ നിർത്തലാക്കുക. ഇല്ലെങ്കിൽ അത് നിർത്തലാക്കലൊന്നും പോസിബിൾ അല്ല. അത് ഞാൻ പ്രാക്ടിക്കൽ വശം ഞാൻ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരു വീഡിയോയിലൂടെ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കമ്പനീസ് ദാറ്റ് റിഫ്യൂസ് ടു കംപ്ലൈ വിത്ത് ദ ലേബർ പ്ലാൻസ് ഫോർ ട്രെയിനിങ് ബ്രിട്ടീഷ് വർക്കേഴ്സ് കുഡ് ബി ബ്ലോക്ക്ഡ് ഫ്രം സ്പോൺസറിംഗ് വിസ ഫ്രം ഓവർസീസ് എംപ്ലോയീസ് ഇഫ് ദ പാർട്ടി വിൻസ് ദ എലക്ഷൻ. മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ ഈ ന്യൂസ് BBC-യുടെ ന്യൂസാണ്. നിങ്ങൾക്ക് BBC-യുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ന്യൂസ് കാണാം. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ മേഖലയിലാണ് അവർ ഈ ഒരു പ്ലാന് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ദ പാർട്ടി സെഡ് ഇറ്റ് വുഡ് ഇംപ്രൂവ് ട്രെയിനിങ് ഫോർ ആൻ ഇനീഷ്യൽ 4 സെക്ടേഴ്സ്. ആദ്യത്തെ 4 സെക്ടേഴ്സിനാണ് പാർട്ടി പ്ലാൻ ചെയ്യുന്നത് ഈ പറഞ്ഞ നിയന്ത്രണങ്ങൾ. അതൊന്ന് മനസ്സിലാക്കേണ്ടത് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ, കൺസ്ട്രക്ഷൻ, എഞ്ചിനീയറിംഗ് ആൻഡ് IT. ഏറ്റവും ഷോർട്ടേജിലുള്ളതാണ് കൺസ്ട്രക്ഷൻ മേഖല, അതും അതിനകത്തുണ്ട്. അതുപോലെ IT, എഞ്ചിനീയറിംഗ്, ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ, ഇവിടെയാണ് ആദ്യ നിയന്ത്രണങ്ങൾ വരാൻ പോകുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് 2 ആഴ്ച മുമ്പൊക്കെ തന്നെ വീഡിയോ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഈ പ്ലാൻ അവിടെ ഇരിക്കട്ടെ. വായിക്കണമെങ്കിൽ താഴത്ത് ഞാൻ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് പോയിട്ട് വായിക്കാം. ഓക്കെ, കാണാം. ഇനി അടുത്ത പ്ലാനിലേക്ക് പോകണ്ടേ. അടുത്ത പ്ലാന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ up to 60,000 migrants or deportation to Rwanda could be granted asylum under Labour's plan, according to another refugee council. ഓക്കെ, കാര്യം പിടിയിട്ടോ. അതായത് ഋഷി സുനകിന്റെ റുവാൻഡ പ്ലാൻ, ഇവിടുന്ന് ഇമിഗ്രൻസിനെ, ഇല്ലീഗൽ മൈഗ്രൻസിനെ നാട് കടത്തുന്നതിന്റെ പ്ലാൻ ലേബർ പാർട്ടി വന്നു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഈ ന്യൂസിലും കാണാനായിട്ട് ഇടയാവുന്നത്. അതിൽ കൂടുതൽ ഇനി സംസാരിക്കുന്നില്ല. ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഓരോരോ ന്യൂസുകളായിട്ട് വീണ്ടും തരേണ്ടി വരും. അതുകൊണ്ട് ഞാനിവിടെ സംസാരിക്കുന്നില്ല. അതവിടെ ഇരിക്കട്ടെ, പോട്ടെ. ഇനി നമുക്ക് മെയിനായിട്ട് ലേബറിൻ്റെ എല്ലാ മാനിഫെസ്റ്റോ നോക്കുന്നില്ല, നമുക്ക് ആവശ്യമായിട്ടുള്ള മാനിഫെസ്റ്റോ ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ NHSൻ്റെ ആണ് കേട്ടോ. NHSൻ്റെ കൺസർവേറ്റീവ്സിൻ്റെ മാനിഫെസ്റ്റോ ഇനി എന്തായാലും കാര്യമില്ല. അപ്പോൾ മെയിനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺസർവേറ്റീവ് പോയി. എന്നാൽ അവരുടെ മാനിഫെസ്റ്റോ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി തരാം. ഇൻക്രീസ് NHS സ്പെൻഡിങ് എബോവ് ഇൻഫ്ലേഷൻ എവറി ഇയർ. ഓക്കെ, അതുമാത്രമല്ല ലോങ് ടേം വർക്ക് ഫോഴ്സ് പ്ലാൻ, 92,000 ന്യൂ നേഴ്സസ്, 28,000 മോർ ഡോക്ടേഴ്സ് ബൈ ദ എൻഡ് ഓഫ് നെക്സ്റ്റ് പാർലമെന്റ്. അതായത് ഇത്രയും നേഴ്സസിനെയും ഇത്രയും ഡോക്ടേഴ്സിനെയും കൊണ്ടുവരാമെന്നോ, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഡെവലപ്പ് എന്തൊക്കെ കഴിഞ്ഞ് പറഞ്ഞ ചത്തകുട്ടിയുടെ ജാതകം എന്തിനാ എടുത്ത് നോക്കുന്നത് അല്ലേ. സോ അത് അവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇൻവെസ്റ്റ് 8.6 billion ഇൻ ടു സോഷ്യൽ കെയർ സിസ്റ്റം ടു റീച്ചിങ് എ ഫണ്ടിങ് സെറ്റിൽമെന്റ് വിച്ച് ലോക്കൽ അതോറിറ്റീസ്.
8.6 ബില്യൺ സോഷ്യൽ കെയർ സെക്ടേഴ്സിലേക്ക് അപ്പോഴും നമുക്ക് ഗുണമുണ്ടാവുമായിരുന്നു അല്ലേ കെയറേഴ്സിൻ്റെ കേസിൽ. ഓക്കെ, സ്റ്റിക്കിംഗ് ടു 2019 പ്ലാൻ ഓഫ് 40 ന്യൂ ഹോസ്പിറ്റൽ ബൈ 2030. പുതിയ 40 ഹോസ്പിറ്റലും കൂടി ഓപ്പൺ ആക്കുന്നു. കൺസർവേറ്റീവ്സ് പറഞ്ഞതാണ് കേട്ടോ, നോട്ട് ലേബർ പാർട്ടി. അപ്പോൾ എക്സ്പാൻഡ് ഫാർമസി ഫസ്റ്റ്, ബിൽഡ് ഓർ മോഡേണൈസ് 250 GPs. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ചത്ത കുട്ടിയുടെ ജാതകം നോക്കണം. നമുക്ക് അതിന് പുതിയ നോക്കണം. ഇവിടെ NHSന്റെ കേസിലുള്ള മാനിഫെസ്റ്റോ ആണ് പറയുന്നത്. റെഡ്യൂസ് വെയിറ്റിംഗ് ടൈം ഫോർ നോൺ അർജന്റ് ട്രീറ്റ്മെന്റ് ടു നോ ലോങ്ങർ ദാൻ 16 വീക്ക് ഫ്രം റെഫറൽ. അതായത് നല്ല ഓക്കെയാണ്. ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വർക്ക് ഫോഴ്സ് പ്ലാൻ മറ്റേ കൺസർവേറ്റീവ് പാർട്ടി കൊണ്ടുവന്നിട്ടുള്ള പോലുള്ള വർക്ക് ഫോഴ്സ് പ്ലാൻ ഇതിനകത്ത് ഇല്ല, പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പുതിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടില്ല. പുതിയ ആൾക്കാരെ എടുത്ത് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന കേസ് അന്ന് ആ ഒരു വീഡിയോ മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂസിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ സെക്ടറിൽ ഇവിടെയുള്ള ആൾക്കാരെ ഡെവലപ്പ് ചെയ്യും. അത് ഇതിനകത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇതിനകത്ത് കൊടുത്തിട്ടില്ല എങ്കിലും ആഡ് ചെയ്യാം. ഓക്കെ, അതുപോലെ 8,500 മോർ മെന്റൽ ഹെൽത്ത് സ്റ്റാഫ്, ഡബിൾ ദ നമ്പർ ഓഫ് CT and MRI, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻട്രഡ്യൂസ് നെയ്ബർഹുഡ് ഹെൽത്ത് സർവീസ് ആൻഡ് ഗീവ് ഫാർമസിസ്റ്റ് ഇൻഡിപെൻഡന്റ് പ്രിസ്ക്രൈബിംഗ് റൈറ്റ്സ്. അങ്ങനെയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പുറത്തുനിന്ന് നഴ്സസിനെയും ഡോക്ടേഴ്സിനെയും റിക്രൂട്ട് ചെയ്യുന്ന കാര്യങ്ങളോ അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ ഇവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യും എന്ന് നമുക്ക് ഊഹിക്കാം. അത് അവിടെ ഇരിക്കട്ടെ. ഇതാണ് ലേബറിന്റെ NHSന്റെ പ്ലാൻ. ഇനി ലേബറിന്റെ നമുക്ക് എന്ത് ചെയ്യാം, ഏത് ഇമിഗ്രേഷൻ പ്ലാൻ നോക്കാം. ഓക്കെ, അതിനകത്ത് മെയിൻ പോയിന്റ് ഫസ്റ്റ് പോയിന്റ്, reduce migration by training more UK workers to fill employment gaps. അതായത് reduce migration by training more, അതായത് ഇവിടെയുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്യിപ്പിക്കുക. അതിപ്പോൾ ഇവിടെയുള്ളവരാവാം, ഇനിയിപ്പോൾ ഇവിടെ 60,000 പേർക്ക് ഇനി റെഫ്യൂജി സ്റ്റാറ്റസ് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരെ ആയിരിക്കാം, അത് നമുക്ക് എന്ത് ഊഹിക്കാം. അത് വരുന്ന ദിവസങ്ങൾ ക്ലാരിറ്റി ഉണ്ടാവും ഇമിഗ്രേഷനെ കുറിച്ച്. സോ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലേക്ക് എനേബിൾ ചെയ്തിട്ടോ അതിന്റെ അപ്ഡേറ്റ് അത് യഥാപടി നിങ്ങൾ മുന്നോട്ടും. ഫസ്റ്റത്തെ പോയിന്റ് മനസ്സിലായി, റിഡ്യൂസ് മൈഗ്രേഷൻ. ഓക്കെ, ബാൻ എംപ്ലോയേഴ്സ് ഫ്രം റിക്രൂട്ടിംഗ് ഫ്രം ഓവർസീസ് ആസ് ഡിഫാൾട്ട്. സോ അതുപോലെ പിന്നെ അബോളിഷ് ദ നോൺ ഡോം സ്റ്റാറ്റസ് ഇമ്മീഡിയറ്റ്ലി ക്രബിംഗ് ട്രാൻസിഷണൽ മെഷേഴ്സ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് ഞാൻ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ബ്രിങ് ഇൻ 1,000 മോർ സ്റ്റാഫ് ഡെഡിക്കേറ്റഡ് ടു റിട്ടേണിംഗ് അസൈലം സീക്കേഴ്സ് വിത്ത് റിജക്റ്റഡ് അപ്ലിക്കേഷൻ. സോ കുറച്ചും കൂടി ആൾക്കാരെ സ്റ്റാഫുകളെ എടുത്തിട്ട് അസൈലത്തിന്റെ കേസ് കുറച്ചും കൂടി സ്മൂത്തും ഫാസ്റ്റും ആക്കും. പെട്ടെന്ന് സൊല്യൂഷൻ വരും. അസൈലം എടുത്ത് നിൽക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ പറ്റും. നമ്മുടെ ഇന്ത്യക്കാരുടെ അസൈലം എടുക്കുന്നുണ്ടേ. സോ അതൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് കൊടുക്കും. ക്യാൻസൽ ദ റിവാൻഡ പോളിസി. അതും കൂടി ഞാൻ പറഞ്ഞില്ല, അത് വേണ്ട. അപ്പോൾ ഇതാണ് ലേബറിന്റെ ഇമിഗ്രേഷൻ പ്ലാൻ. കൺസർവേറ്റീവിന്റെ ഇമിഗ്രേഷൻ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതിനകത്ത് പുതിയ പ്ലാനുകളൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള അവർ ഓൾറെഡി നിലപ്പിലാക്കിയ പ്ലാനായിരുന്നു. ഒന്ന്, ഇവിടെ ഡിപ്പെൻഡൻസിനെ റെസ്ട്രിക്റ്റ് ചെയ്തു കെയറേഴ്സിന്റെ. അത് ഇവിടെയും സമാനം തന്നെയാണ്. അതായത് നമ്മുടെ എന്താ പറയുക, മാനിഫെസ്റ്റോയിൽ, ലേബറിന്റെ മാനിഫെസ്റ്റോയിലും പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെയറേഴ്സിന്റെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനായിട്ടോ സ്റ്റുഡൻസിന്റെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനായിട്ടോ അവർ അലോ ചെയ്യില്ല. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കൺസർവേറ്റീവിന്റെ അതേ നിലപാട് തന്നെയാണ് എന്ന് അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൺസർവേറ്റീവിന്റെ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഓവർ ഇങ്ങോട്ട് വരുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ ഒരു ക്യാപ്പ് ഏർപ്പെടുത്തും എന്നുള്ളതാണ്. ഇവര് ബാൻ ചെയ്യും, റെസ്ട്രിക്റ്റ് ചെയ്യും, മൈഗ്രേഷൻ റിഡ്യൂസ് ചെയ്യും എന്നാണ് ലേബർ പാർട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ക്യാപ്പ് ഏർപ്പെടുത്തും എന്നാണ് പറഞ്ഞത്. അതായത് 1,00,000 ആൾക്കാർ വരാം, അല്ലെങ്കിൽ 2,00,000 ആൾക്കാർ വരാം. അതിനകത്ത് ചിലപ്പോൾ അവർ ക്യാപ്പ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ 1,00,000 ഒരു വർഷം 1,00,000 എന്നുള്ള രീതിയിലേക്ക് ഇന്ന മേഖലയിലേക്ക് ഇന്ന ഇത്ര ആൾക്കാരെ വരാൻ പറ്റുള്ളൂ ഒരു വർഷം എന്നുള്ള രീതിയിൽ ഒരു ക്യാപ്പ് കൊണ്ടുവരുമായിരുന്നുള്ളൂ അല്ലേ. സോ അതും തഥാകുത. അപ്പോൾ അതവിടെ കിടന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിന്റെ കേസിൽ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു നല്ലൊരു കാര്യം, എനിക്ക് കൺസർവേറ്റീവ് പറയാത്ത ഒരു കാര്യം, കൺസർവേറ്റീവ് പറഞ്ഞിട്ടുള്ള അവർ PSW എടുത്തു മാറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവർ ആക്ച്വലി PSW റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ നമ്മുടെ കെയർ സ്റ്റേമറിന്റെ പാർട്ടി, ലേബർ പാർട്ടി അത് റിവ്യൂ ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ സ്റ്റുഡൻസിന്റെ ഡിപ്പെൻഡൻസിനെ റെസ്ട്രിക്റ്റ് ചെയ്യുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനിഫെസ്റ്റോ. നമ്മുടെ എന്തായാലും നിങ്ങളുടെ വോട്ട് പാഴായിട്ടില്ല. ഇവിടെ തീർച്ചയായിട്ടും ലേബർ പാർട്ടി വിൻ ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ മാനിഫെസ്റ്റോയിൽ നോക്കിയിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമിഗ്രേഷനും NHSുമാണ്. NHSലേക്ക് പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്യുന്നതിന്റെ കേസുകൾ എവിടെയും മാനിഫെസ്റ്റോയിൽ എവിടെയും ഡിസ്കസ് ചെയ്തിരിക്കുന്നത് കണ്ടില്ല. പക്ഷെ നമ്മൾ കണ്ടിരിക്കുന്നത് വെച്ചാൽ ഇവിടെയുള്ള സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് അപ്സ്കിൽ ചെയ്യിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അപ്സ്കിൽ ചെയ്യാൻ ഈ പറഞ്ഞ കമ്പനികൾ, എംപ്ലോയീസ് റെഡി ആവുന്നില്ലെങ്കിൽ ആ ഒരു ജോബിനെ
ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ നിന്ന് എടുത്തു മാറ്റുമെന്നും ഇതിനകത്ത് സ്റ്റൈമർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലേബർ പാർട്ടി പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊക്കെ ഉറ്റുനോക്കേണ്ട കാര്യമാണ്. കൺസർവേറ്റീവ് പാർട്ടി തീർച്ചയായിട്ടും അത് പറഞ്ഞായിരുന്നു, പക്ഷേ ഇനി ചത്തകുട്ടി അത് പോയി. അപ്പോൾ അതുകൊണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുമാത്രമല്ല, ഇമിഗ്രേഷൻ്റെ കേസിൽ അറിയാമല്ലോ, നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കാനാണ് ഈ ഒരു പാർട്ടിയുടെയും ഒരേ ഒരു അജണ്ട. അത് ആ പാർട്ടിയുടെയും അജണ്ട അതായിരുന്നു. പക്ഷെ ആ ഒരു പാർട്ടി അത് നടപ്പിലാക്കിയായിരുന്നു. അത് കുറഞ്ഞു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ആ ഒരു ക്രെഡിറ്റ് ഒക്കെ ഇനിയിപ്പോൾ ഈ വരുന്ന സമയത്ത് നമ്മുടെ ലേബർ പാർട്ടിക്ക് കിട്ടും. കാരണം വെച്ചാൽ അത് ഓൾറെഡി കുറഞ്ഞ് ഏകദേശം 25% കുറഞ്ഞു എന്നൊക്കെയാണ് വന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത വോട്ട് പാഴായിട്ടില്ല, വോട്ട് വിജയിച്ചിരിക്കുന്നു. ഇനി വരുന്ന ദിവസങ്ങളിലെ അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാതോർക്കുക. ഞാൻ നിങ്ങൾക്ക് അതാ സമയത്ത് തന്നെ നിങ്ങൾ മുന്നിലോട്ട് എത്തിച്ചു തരുന്നതായിരിക്കും പുതിയ വരുന്ന അപ്ഡേറ്റുകൾ. അപ്പോൾ ലേബർ പാർട്ടി